ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മിനി പേൾ 1024B എന്ന കൺട്രോളിൽ നമുക്ക് ഡിമ്മർ എങ്ങനെ പേ ചെയ്യാം. നമ്മളിപ്പോൾ LED പാർ എടുത്തിട്ടുണ്ട്. ബിഗ് ടിപ്പറിന് LP001 എന്ന മോഡലാണ് കേട്ടോ. 8 ചാനലിൻ ഡിമ്മർ LED പാറാണ്. നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം കൺസോൾ ഒന്ന് റീസെറ്റ് ചെയ്യാം. സെറ്റിങ്സ് കൊടുക്കുക, വൈപ്പ് കൊടുക്കുക, വൈപ്പ് ആൾ പ്രസ് ചെയ്യുക, എൻ്റർ അടിക്കുക. എല്ലാ ഫങ്ഷനും പോയിട്ടുണ്ട്. ഇനി പേച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പേച്ച് പ്രസ് ചെയ്യുക, പേച്ച് ഡിമ്മർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ഞാൻ ഒന്നിൽ 001 കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ LED പാറിൽ 010 കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 01 പേച്ച് ചെയ്യാം, 010 കൂടെ പേച്ച് ചെയ്യാം. അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ 8 ചാനലല്ലേ, നമ്മൾ ഈ 8 ചാനലും ഈ 8 ഫേഡറിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒന്നാമത്തെ പേച്ച് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് 8ാമത്തേൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ DMS ഷട്ടർ 9 ആയി. അടുത്ത ചാനലിലേക്ക് നമ്മൾ അഡ്രസ്സ് 10 അടിച്ച്. ഓക്കെ, ഇനി ഈ 9 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 16 വരെ. അപ്പോൾ 9 പ്രസ് ചെയ്ത് 16 ഉണ്ട്. അപ്പോൾ അടുത്ത അഡ്രസ്സ് 18 ആയി. ഇനി നമുക്ക് എക്സിറ്റുകളിൽ അടിക്കാം. ഇനി നമുക്ക് ഇത്, അപ്പോൾ നമ്മൾ 2 LED പാർ പേ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നാമത്തത് നമ്മൾ പിക്ചർ 1 നമ്മളിങ്ങനെ സെലക്ട് ചെയ്യണം. ഇത് ഡിമ്മർ വൈറ്റ്, ഗ്രീന്. ഓക്കെ, ഇപ്പോൾ അടുത്തത് ഈ രണ്ടാമത്തെ LED പാർ സെലക്ട് ചെയ്യാൻ 9 മുതൽ 16 സെലക്ട് ചെയ്യണം. ഡിമ്മർ വൈറ്റ് കണ്ടോ, ഇങ്ങനെയാണ് ഡിമ്മറിൽ പേ ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നമ്മുടെ ഈ ആട്രിബ്യൂട്ട് വല്ലതും ഉണ്ടോ? നമ്മുടെ ലൈവ് മോഡ് ലെവൽ പ്രോ നടക്കുന്നത്. നമ്മളിവിടെ മാറ്റിക്കഴിഞ്ഞാൽ ലെവൽ റൺ എന്ന് കാണിക്കും. വീണ്ടും മാറ്റിയ ലെവൽ ആട്രിബ്യൂട്ട്. ഇപ്പോൾ ലെവൽ ആട്രിബ്യൂട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഡിമ്മർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണേ, കണ്ടോ വേറെ രീതിയിലേ കത്തുന്നേ. നമ്മൾ കണ്ടോ, നമുക്കിനി ഇത് മാറ്റാം. ഈ ലെവൽ പ്രോ ഇട്ടോക്കാം, കണ്ടോ സാധാ രീതിയിലേക്ക്. അപ്പോൾ ഇതൊക്കെ മാറിക്കിടക്കണം, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ലെവൽ പ്രോ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രോഗ്രാം എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഷോ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ലെവൽ 2ലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. നമ്മൾ കൈ തട്ടി വേറെ പ്രോഗ്രാം ഒന്നും ഡിലീറ്റ് ആവാതെ നോക്കാം. ബിയിലൊക്കെ ഒന്ന് മാറാതൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിമ്മർ പേ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്കിത് ഫിക്സർ പാച്ച് എങ്ങനെയെന്ന് നോക്കാം.